പള്ളിയിലെ വലിയായ ഉസ്താദിനോട് വന്ന് പറഞ്ഞു, എൻ്റെ കള്ളഷാപ്പ് കച്ചവടം നടക്കാൻ എന്തെങ്കിലും കാര്യം ചെയ്തു തരണം. അപ്പോൾ അവരെന്തോ എഴുതിയിട്ട് ആ ഹിന്ദു സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ മേശ വലിപ്പിൽ കൊണ്ടുപോയി വെക്കുക. ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ചില ആളുകൾ പള്ളിയിലൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടി രാത്രി അത്യുച്ചത്തിൽ വലിയ ശബ്ദമുണ്ടാക്കി നിക്കറെന്ന് പറഞ്ഞുകൊണ്ട് പലതും ചെയ്തു കൂട്ടുന്നു. അത് കഴിഞ്ഞ് അവർ നൃത്തം വെക്കുന്നു, പിന്നീട് അവർ ഭക്ഷണം കഴിക്കുന്നു. അവരെ കൂടെ കൂടാൻ പറ്റുമോ, എന്താണ് അവരെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഇമാം അഹ്മദ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ആ മജാനീനുഹും ഭ്രാന്തന്മാരാണോ ഈ വരുന്ന ആളുകൾ എന്ന് വെച്ചു. പാപത്തിൻ്റെ കാര്യത്തിൽ ശത്രുത ഉണ്ടാകുന്ന വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുകയോ ഹെൽപ്പ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്നാണ്. ഇവിടെ കള്ള് ഷാപ്പിൽ വരുമാനം കുറയുമ്പോൾ അതിനെ വികസിപ്പിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുകയും അതിനുള്ളൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരാൾ ഒരു തിന്മയല്ലേ പ്രൊമോട്ട് ചെയ്യുന്നത്? നമുക്കറിയാം സൂഫിസം പല രൂപങ്ങളിലും പല ഹറാമുകളെയും അത് ഹലാലാക്കി മാറ്റുന്നു, അതിനെ വേർതിരിച്ച് അല്ലെങ്കിൽ അതിനെ വേറെ രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രൂപം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതെന്താണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം. എൻ്റെ കള്ളുഷാപ്പ് കച്ചവടം നടക്കണേ. പള്ളിയിലെ വലിയായ ഉസ്താദിനോട് വന്ന് പറഞ്ഞു, എൻ്റെ കള്ളുഷാപ്പ് കച്ചവടം നടക്കാൻ എന്തെങ്കിലും കാര്യം ചെയ്തു തരണം. അപ്പോൾ അവരെന്തോ എഴുതിയിട്ട് ആ ഹിന്ദു സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ മേശ വലിപ്പിൽ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ഒരു 3 മാസത്തോടുകൂടെ കച്ചവടം ആവും. കച്ചവടം ആയിക്കഴിഞ്ഞാൽ ഈ കടലാസ് എനിക്ക് തന്നെ തിരിച്ചെത്തിച്ചേർന്നതാണ്. അങ്ങനെ 3 മാസം കഴിഞ്ഞിട്ട് ഈ സ്ത്രീ ഈ കടലാസ് കൊണ്ട് തിരിച്ചു വന്നു. അപ്പം എന്താ വെച്ചാൽ കച്ചവടമൊക്കെ ആയി എന്നുള്ള കണ്ടല്ലോ മോലെ. ഇത് പല ഹറാമുകളെയും പല രൂപത്തിലും അതിനെ ഹലാലാക്കി കൊണ്ടുവരുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരണം. അതൊന്ന് വിശദീകരിക്കും. യഥാർത്ഥത്തിൽ തസവുഫിൽ ഹറാം ഹലാൽ എന്നീ സാങ്കേതിക ശബ്ദങ്ങൾക്ക് തന്നെ വലിയ പ്രസക്തിയൊന്നും ഇല്ല. അവർ ഇസ്ലാമിനെ 3 തരമാക്കി വേർതിരിക്കുകയാണ്. ഒന്ന് ശരീഅത്താണ്, മറ്റ് ത്വരീഖത്താണ്, മറ്റൊന്ന് ഹക്കീഖത്താണ്. ശരീഅത്ത് എന്നത് ബാഹ്യമായ നിയമങ്ങളാണ്. അവരതിൽ ഉപമിച്ചത് ശരീഅത്ത് കപ്പൽ പോലെ, ത്വരീഖത്ത് സമുദ്രം പോലെ, ഹക്കീഖത്ത് സമുദ്രത്തിനടിയിലുള്ള മുത്ത് പോലെ എന്നാണ്. അപ്പോൾ ശരീഅത്താണ് കപ്പലിൽ കയറി, ത്വരീഖത്താകുന്ന കടലിലൂടെ സഞ്ചരിച്ച് മുത്തുള്ള ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ കപ്പലിൽ നിന്ന് അയാൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടി ആഴങ്ങളിലേക്ക് മുങ്ങിച്ചെന്ന് ആ മുത്ത് വാരിയെടുക്കണം. സൂഫി എന്ന് പറയുന്നത് ഈ മുങ്ങാൻ വേണ്ടി പോകുന്ന ആളാണ്. അപ്പോൾ ശരീഅത്താണ് കപ്പലിൽ അയാൾ കുറച്ചു കാലം സഞ്ചരിക്കും. സഞ്ചരിച്ച് പ്രത്യേകമായ ഇടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ കപ്പൽ ഒഴിവാക്കി അയാൾ ചാടുകയാണ്. ശരീഅത്തിലെ നിയമങ്ങളാണ് ഹറാം ഹലാലുകൾ. അപ്പോൾ കപ്പലിൽ കയറിയ കുറേ നിയമം പാലിക്കാനുണ്ടാവും. ഉദാഹരണമായി നമ്മൾ സാധാരണ വാഹനത്തിൽ കയറിയത് സീറ്റ് ബെൽറ്റ് ധരിക്കണം, കയ്യും തലയും പുറത്തിടാൻ പാടില്ല, ബസ്സിലൊക്കെ എഴുതി വെക്കും. എന്നതുപോലെ കപ്പലിൽ കയറുമ്പോൾ പാലിക്കേണ്ട കുറേ നിയമങ്ങൾ, ലൈഫ് ബെൽറ്റ് ഉണ്ടാവണം, അങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടാവും. എന്നതുപോലെയാണ് ഹറാം ഹലാലുകൾ. അത് കപ്പൽ യാത്രക്കാർക്ക് മാത്രമാണ് ബാധകം. ഈ ഹറാം ഹലാലുകൾ പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കപ്പലിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഇതെല്ലാം പാലിച്ചോളണം. അത് കഴിഞ്ഞ് കടലിൻ്റെ മധ്യത്തിലേക്ക് എത്തി മുത്തിൻ്റെ സ്ഥാനം മനസ്സിലായി ആ മുത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് കപ്പലിൽ നിന്ന് ചാടി വെള്ളത്തിലേക്ക് മുങ്ങുന്ന ഒരാൾ, അയാളെ നോക്കിയിട്ട് പിന്നെ കപ്പൽ നിയമങ്ങൾ പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. ഇതാണ് അവരിതിൽ പറയാറുള്ളത്. അപ്പോൾ അയാൾ പക്ഷേ ഹറാമ് ചെയ്യും. ആ ഹറാമ് അയാൾക്ക് ഹറാമല്ല, അത് നമുക്കാണ് ഹറാം. ബാങ്ക് വിളിച്ചാൽ അയാൾ നിസ്കരിക്കുക, പള്ളിക്ക് വരില്ല. കാരണം പള്ളി അയാൾക്കുള്ളതല്ല. റമദാൻ മാസം കണ്ട അയാൾ നോമ്പ് എടുക്കുന്നില്ല, കാരണം അയാൾക്കുള്ളതല്ല. അതൊക്കെ കഴിഞ്ഞു. അയാൾ ചെയ്ത സമയമുണ്ടായിരുന്നു, ആ സമയം കഴിഞ്ഞു. അതാണ് മൻറാമദുറൻ ഫസഫിയ തയർക്കബു വയഗൂസു ബഹ്റൻ സുമ്മദുറൻ ഹസ്വല. അതാണ് ഈ മുത്ത് ലക്ഷ്യം വെക്കുന്ന ഒരാൾ ആദ്യം കപ്പലിൽ കയറണം. കപ്പലിൽ കയറി സഞ്ചരിച്ച് പിന്നീട് കടലിലേക്ക് മുങ്ങി ആ മുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ കപ്പലിൻ്റെ ഉള്ളിൽ പാലിക്കാൻ നിയമങ്ങളാകുന്ന ശരീഅത്ത് നിയമങ്ങൾ, ഹറാം ഹലാലുകൾ, അത് വെച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ഒരാളെ അളക്കാൻ നമുക്കൊരിക്കലും പറ്റുകയില്ല. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഒരാളെ നോക്കിയിട്ട് അയാൾ കയ്യും തലയും പുറത്തിട്ട് പറഞ്ഞ ഒരർത്ഥമുണ്ടോ? അയാൾ ഇറങ്ങിയില്ലേ, അയാൾക്ക് ഇനി ബാധകതല്ലോ. ഇനി അതവിടെ ഇരിക്കുന്ന ആൾക്കാണ് ബാധകമായിട്ടുണ്ടാവുക. ഈ ഒരു മറവിൽ എല്ലാ ഹറാമുകളെയും സൂഫികൾ ഹലാലാക്കി കൊണ്ടുവന്നത് ചരിത്രത്തിലുടനീളം കാണാൻ കഴിയും. ഇമാം അഹ്മദിൻ്റെ കാലഘട്ടത്തിൽ തസൗഫ് ഇങ്ങനെ മുട്ടിട്ട് വരുന്ന സമയമാണ്. അധികമൊന്നും ഉണ്ടായിട്ടില്ല. ഇമാം ഷാഫി റഹ്മത്ത് പറഞ്ഞല്ലോ, ഞാൻ ബഗ്ദാദിൽ നിന്ന് പോരുമ്പോൾ ചില ആളുകളെ കണ്ടു,
സൂഫി എന്ന പേര് അവർ പരിചയപ്പെടുത്തുന്നു. ഞാൻ അവരുമായി ഒന്ന് ഇടപഴകി അവരുടെ എന്താണ് അവരുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എനിക്ക് ബോധ്യമായത് രാവിലെ അവരോടൊപ്പം കൂടിയ ഒരാൾ ഉച്ചയാകുമ്പോഴേക്ക് വിഡ്ഢിയാവാതിരിക്കുകയില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ഇമാം ഷാഫി റഹ്മദ പറയുന്നുണ്ട്. അദ്ദേഹം ബഗ്ദാദിൽ നിന്ന് അവസാനമായി പോരുന്നത് 199 അദ്ദേഹത്തിൻ്റെ സഹകാലീനായ ഇമാം അഹ്മദ് മുഹമ്മദ് റഹിമുല്ല അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ചില ആളുകൾ പള്ളിയിലൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടി രാത്രി അത്യുച്ചത്തിൽ വലിയ ശബ്ദമുണ്ടാക്കി നിക്കറെന്ന് പറഞ്ഞുകൊണ്ട് പലതും ചെയ്തു കൂട്ടുന്നു. അത് കഴിഞ്ഞ് അവർ നൃത്തം വെക്കുന്നു, പിന്നീട് അവർ ഭക്ഷണം കഴിക്കുന്നു. അവരെ കൂടെ കൂടാൻ പറ്റുമോ, എന്താണ് അവരെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഇമാം അഹ്മദ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ആ മജാനീനുഹും ഭ്രാന്തന്മാരാണോ ഈ വരുന്ന ആളുകൾ എന്ന് വെച്ചു. ഭ്രാന്തന്മാരൊന്നുമല്ല, നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്. ആ സുബിയാനിനുഹും അതല്ലെങ്കിൽ ചെറിയ മക്കളാണോ ചോദിച്ചോ, അല്ല, നല്ല പ്രായപൂർത്തിയായ ആളുകളാണ്. ഇമാം അഹ്മദ് പറഞ്ഞു, എങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. കാരണം ഇത് ചെയ്യുക ആകെ ഭ്രാന്തന്മാരോ പകതവില്ലാത്ത കുട്ടികളോ ആണ് എന്നർത്ഥം. അപ്പോൾ അന്ന് മുതലേ ഉണ്ട് ഈ പ്രവണതകൾ. പിന്നീട് അത് വ്യാപകമായി വന്ന് ഷെയ്ഖ് മുരീദ് കൺസെപ്റ്റുകൾ വന്ന് ത്വരീഖത്തുകൾ ഉടലെടുത്തു. ആ ത്വരീഖത്ത് ഷെയ്ഖിന് നിയമമുണ്ടാക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട് എന്നായി മാറി. അതിനുശേഷം ഈ ഹറാമുകൾ ഹലാലുകളെ ഒട്ടും പരിഗണിക്കാത്ത സാഹചര്യമുണ്ടായി. നിസ്കാരം ഒഴിവായി, നോമ്പൊഴിവായി, ഹജ്ജൊന്നും അവർക്ക് ബാധകമല്ല, സക്കാത്ത് ഏതെന്നാലും വേണ്ട. അതേപോലെ മദ്യം കഴിക്കാം, വ്യഭിചാരമാവാം, സ്വവർഗരതിയാവാം, ഇതിലൊക്കെ അവർ മറ്റു ചില തലങ്ങൾ നൽകി. അതിന് കണ്ടെത്തിയൊരു വഴിയാണ് ഇസ്ലാമിന് ലോഹിർ ബാത്തിനി എന്ന 2 തലമുണ്ട്, പ്രത്യക്ഷവും പരോക്ഷവും. അത് യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ അടിസ്ഥാന വിശ്വാസമാണ്. ഷിയാക്കൾ ഇതേ വാദമാണ്, മതത്തിന് പ്രത്യക്ഷവുമുണ്ട് പരോക്ഷവുമുണ്ട്. എല്ലാ ഖുർആനിക വചനങ്ങൾക്കും പ്രത്യക്ഷാർത്ഥമുണ്ട്, ഒരു പരോക്ഷാർത്ഥമുണ്ട്. പ്രവാചക വചനങ്ങൾക്ക് പ്രത്യക്ഷാർത്ഥമുണ്ട്, പരോക്ഷാർത്ഥമുണ്ട്. ഇത് തന്നെയാണ് സൂഫികളും പറയുന്നത്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ തെറ്റായി തോന്നുന്നുവെങ്കിലും ഒരു സൂഫി ചെയ്യുമ്പോൾ അതിന് മറ്റൊരു വ്യാഖ്യാനം നമ്മൾ നൽകണം. അതോടൊപ്പം ഈ ക്ലിപ്പിലും പറഞ്ഞത് കള്ള് ഷാപ്പിൽ കച്ചവടം കുറവാണ് എന്ന് സൂഫിയോട് വന്നിട്ട് ആവരാതി പറയാണ്. അപ്പോൾ കച്ചവടം കൂടാൻ ആവശ്യമായ വഴി സൂഫി പറഞ്ഞു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം എന്താ ചെയ്യേണ്ടത്? അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല, ഇത് നല്ലതല്ല, ഈ ജോലി ഒഴിവാക്കണം, ഈ കച്ചവടം ഒഴിവാക്കണം എന്ന് മാന്യമായി പറഞ്ഞു കൊടുക്കാമല്ലോ. ഇസ്ലാമിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു അമുസ്ലിമാണെങ്കിൽ പോലും അവരോടും ഇസ്ലാമികമായ അധ്യാപകർ പറഞ്ഞു കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്താനാണല്ലോ ശ്രമിക്കേണ്ടത്. അതിന് പകരം അവരുടെ മദ്യഷാപ്പിൽ കച്ചവടം കൂടാൻ ആവശ്യമായ വഴി പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു ഹറാമ് പ്രചരിക്കാൻ ആവശ്യമായ വഴി ഇവിടെ ചെയ്തു എന്നാണല്ലോ. അതേപോലെ വ്യഭിചാരങ്ങൾ, സ്ത്രീ പുരുഷ സംഘടനകൾ, സ്വവർഗരതികൾ സൂഫികൾക്കൊക്കെ വലിയ മഹത്വമായി പോലും പഠിപ്പിക്കുന്നുണ്ട്. സൂഫികൾ ഈ സ്വവർഗരതിയെക്കുറിച്ച് പറഞ്ഞത് ഷെയ്ഖ് ഒരു ആൺകുട്ടിയെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ ഷെയ്ഖിൻ്റെ പ്രകാശം ആ കുട്ടിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് എന്ന് വരെ എഴുതി വെച്ച കൃതികൾ സൂഫികളുടെ കൃതികൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മൃഗരതി ഈ സൂഫി ലോകത്ത് വ്യാപകമാണ്. വ്യാപകമായി മൃഗരതി അവർ ചെയ്തു. ഷെയ്ഖുമാർ പോലും അത് ചെയ്ത എത്രയോ സംഭവങ്ങൾ യൂസുഫ് നബ്ഹാനിയുടെ ജാമിഉ കറാമത്ത് ഔലിയ പോലുള്ള സൂഫി കിതാബിലൊക്കെ പരാമർശിച്ചത് കാണാൻ കഴിയും. ഒരു ഷെയ്ഖ് മദ്യം കഴിക്കുന്നത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം, അയാൾ കഴിക്കുന്നത് മദ്യമാണെങ്കിലും അത് ഉള്ളിലേക്ക് എത്തുമ്പോൾ തേനായി മാറും, അല്ലെങ്കിൽ പാലായി മാറും എന്ന് നമ്മൾ വിചാരിക്കണം എന്നാണ് പറഞ്ഞത്. സ്വർണം ധരിച്ച ഷെയ്ഖുമാർ, ഇപ്പോൾ CM അടവിനെ കുറിച്ച് പോലും ചൈത്ര പുസ്തകത്തിൽ അവർ പോലും എഴുതി വെച്ചത് എന്താണ്? സ്വർണ്ണ മോതിരം ധരിച്ചിരുന്നു, സ്വർണ്ണ ചെയിൻ ധരിച്ചിരുന്നു, സിഗരറ്റ് വലിച്ചിരുന്നു, താടിയും ഇതൊക്കെ ഷേവ് ചെയ്യുമായിരുന്നു. അതുപോലെ പിന്നെ ഹറാമായ വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ അയാൾ സ്വീകരിച്ചതായി ഈ സമസ്തയുടെ ആളുകൾ തന്നെ CM അടവിനെ കുറിച്ചുള്ള ചൈത്ര പുസ്തകങ്ങളിൽ എഴുതി വെച്ചത് കാണാൻ കഴിയും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഹറാം ഹലാൽ എന്ന ഒന്നില്ല. അവർ ഇതൊക്കെ അത് അവർക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുകയും ഈ ശരീഅത്തിൻ്റെ മതിൽക്കെട്ടുകളെ തകർത്ത് കളഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും എന്തും ചെയ്യാം, എന്തും പറയാം, എന്ത് കാട്ടിക്കൂട്ടലുമാവാം, ആ രൂപത്തിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം അവർക്ക് ഒന്നില്ല തടിയുണ്ട്, ഒരേ സമയത്ത് പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഇവിടെ തടി റമദാനിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാലും അത് കാര്യമാക്കേണ്ടതില്ല, ഈ തടി പള്ളിക്ക് വന്നില്ലെങ്കിലും അത് പ്രശ്നമാക്കേണ്ടതില്ല എന്നൊക്കെയുള്ള എല്ലാ തരം ഈ കുരുട്ട് ബുദ്ധികളും പ്രയോഗിക്കുകയും മതത്തെ പൊടിക്കാനുള്ള വഴികൾ ഇതിലൂടെ കൊണ്ടുവരികയുമാണ് യഥാർത്ഥ തസവുഫിലൂടെ ചെയ്തത് എന്ന് യാതൊരു സംശയവുമില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു അലം. ഇതിൽ മുസ്തമദനി നമുക്ക് ഈ ആളുകളെ സൂഫികളെ കാണുമ്പോൾ അവരൊരു ഭക്തി പ്രസ്ഥാനമാണ്. അവരുടെ വേഷഭൂഷാദികളിലൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ. ആളുകൾ എന്താ തഖ്വ അങ്ങനെയൊക്കെയാണ് ആളുകൾ പറയാം. അപ്പോൾ പലപ്പോഴും സ്ത്രീകളൊക്കെയാണ് പറയാം അയാളൊക്കെ എന്താ അയാളെ ഒരു തേജസ് എന്നൊക്കെ. ഇങ്ങനെ ഒരു ബാഹ്യമായ ഇടപെടലുകൾ ശരിക്കുണ്ട്. എന്നാൽ ഈ സൂഫികളിൽ ഏതെങ്കിലും തരത്തിലൊരു നല്ല ഒരു മുഖം, ഒരു ഹലാലായ ഒരു മുഖം അവരിലുണ്ടോ? ഇസ്ലാമിൽ
കപടഭക്തി എന്തായാലും അംഗീകരിക്കില്ല. പക്ഷേ ഇസ്ലാം പരിചയപ്പെടുത്തിയ കുറേ സാങ്കേതിക ശബ്ദങ്ങളുണ്ട്. ആ സാങ്കേതിക ശബ്ദങ്ങളൊക്കെ അള്ളാഹുവിനോട് എങ്ങനെയാണ് അടുക്കേണ്ടത്, ഏറ്റവും നല്ല മനുഷ്യനായി എങ്ങനെയാണ് മാറേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ശബ്ദങ്ങളാണ്. അവയെ സ്വീകരിച്ച് ജീവിതത്തിൻ്റെ പ്രമാണമായി അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഈ പറഞ്ഞ ഭക്തി എന്ന് പറയുന്നത്. തറക്തു ഫീക്കും അമ്രൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ എന്ന് പറയുമ്പോൾ നിങ്ങളൊരിക്കലും വഴിതെറ്റാതെ പോവാൻ ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ അനുവർത്തിച്ച് ജീവിക്കുക, അതിനെ പ്രമാണമായി കാണുക, സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഖുർആനും ഹദീസും വിലക്കിയ കാര്യങ്ങൾ ഒരാൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഏതർത്ഥത്തിലാണ് ഭക്തിയാവുക. ഇപ്പോൾ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പാപത്തിൻ്റെ കാര്യത്തിൽ, ശത്രുത ഉണ്ടാകുന്ന വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുകയോ ഹെൽപ്പ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്നാണ്. ഇവിടെ കള്ള് ഷാപ്പിൽ വരുമാനം കുറയുമ്പോൾ അതിനെ വികസിപ്പിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുകയും അതിനുള്ളൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരാൾ ഒരു തിന്മയല്ലേ പ്രൊമോട്ട് ചെയ്യുന്നത്. തലാഹറൂന അലൈഹിം ബില്ലിസ്മി വൽ ഉദ്വാൻ എന്ന് കാണാം. 4 ശിക്ഷയാണ് അത്തരം ആളുകൾക്ക് സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു ആ ആയത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അതായത് പാപത്തിൻ്റെ വിഷയത്തിൽ ഏതെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്ന, ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവർക്ക് ഫമാലഹു മിൻ ഖുവ്വ, പടച്ച റബ്ബിൻ്റെ ശിക്ഷയെ പ്രതിരോധിക്കാനുള്ള ശക്തി അവർക്കുണ്ടാവില്ല. പുറത്തു നിന്നുള്ളൊരു സഹായം അവർക്ക് ലഭിക്കൂല. അവർക്ക് ദുനിയാവിൽ നിന്യതയുണ്ട്. ആഖിറത്തിൽ വെച്ച് യുറദ്ദൂനയിൽ ആഷദിൽ ആദാബ്, കഠിനമായ ശിക്ഷയിലേക്ക് അവർ, ആ വിഷയം അള്ളാഹു എന്തിൻ്റെ പേരിലാണ് പറഞ്ഞത്? തലാഹറൂന അലൈഹിം ബിൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു വിഷയത്തിലാണ്. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ ദീനിന് വിരുദ്ധമായ ഒരു തസവൂഫാണ് യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ കാണുന്നതും പഠിപ്പിക്കപ്പെടുന്നതും. അതുകൊണ്ട് ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. മാത്രമല്ല ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, മൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ. ആഖിറത്ത് ലക്ഷ്യം വെക്കുന്നവൻ വസഅലഹ സഅയഹന, അതിനു വേണ്ടി അള്ളാഹുവും റസൂലും നിശ്ചയിച്ചു തന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തിയും പുലർത്തിയും പരിശ്രമിച്ചാലേ അവർക്ക് എന്ത് കിട്ടുള്ളൂ? ആഖിറത്ത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അവരുടെ പരിശ്രമങ്ങളെ അള്ളാഹു നന്ദിയോടെ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ ആഖിറത്തിൽ ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ അള്ളാഹു പരിചയപ്പെടുത്തിയ ഈ സാങ്കേതിക ശബ്ദങ്ങൾ, ഏത്? തഖ്വ പോലെ, ഇഹ്സാന് പോലെ, ഇസ്ലാഹ് പോലെ, മുഹ്ബിത്തി എന്നൊക്കെ ഉള്ള പ്രയോഗങ്ങൾ വരെ കാണാം. ആരാണ് നല്ലവർ? മുത്തഖി ആരാണ്? അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പാലിച്ച് അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനാണ് മുത്തഖി. അതാണ് ഇസ്ലാമിലെ ഭക്തി. അതേപോലെ തന്നെ ഉഇദ്ദത്തിൽ മുത്തഖീൻ എന്ന് പറയുന്നിടത്ത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അല്ലദീന യുൻഫിഖൂന ഫി സറായി വല്ലറ, സന്തോഷത്തിലും സന്താപത്തിലും ഒരുപോലെ ചിലവഴിക്കുന്ന ആളുകൾ, ദേഷ്യത്തെ പിടിച്ചു നിർത്തുന്നവർ, ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന. അപ്പം ഇങ്ങനെ കുറേ നന്മകളാണ് മുത്തഖീങ്ങൾ എന്ന് പറയുന്നവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിക്കുന്നത്. ഔലിയാക്കൾ എന്ന് പറയുന്നിടത്ത് വരെ കാണാം അവർ നിസ്കരിക്കുന്നവരാണ്, അതേപോലെ തന്നെ നന്മകൾ ചെയ്യുന്നവരാണ്, പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഇതാണ് യഥാർത്ഥത്തിൽ ഭക്തി, ഇസ്ലാമിലെ ഭക്തി. ഇപ്പോൾ ഇഹ്സാൻ എന്ന് കാണാം, മുഹ്സിനീൻ എന്ന്. ഇപ്പോൾ യൂസുഫ് നബിയെക്കുറിച്ച് 6ഓളം വട്ടമാണ് സൂറത്തു യൂസുഫിൽ കദാലിക നജസിൽ മുഹ്സിനീൻ ഇന്നാല നറാക മിനൽ മുഹ്സിനീൻ, ഇങ്ങനെ മുഹ്സിൻ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം മുഹ്സിനായി? നന്മയുടെ ഒരു പരമകാഷ്ഠയായി അവതരിപ്പിക്കപ്പെടുന്ന ഈ മുഹ്സിൻ എന്ന ദർജ, അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ജയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ജയിൽ തടവുകാരായ 2 ആളുകൾ വന്നപ്പോൾ അവരൊരു സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞുതരാം നിങ്ങൾക്ക് ജയിൽ ഭക്ഷണം വരുന്നതിന് മുമ്പ്, പക്ഷേ എനിക്ക് അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാനുണ്ട്. അത് നിങ്ങളെ പടച്ചു പോറ്റുന്ന റബ്ബിനെ മാത്രം ആരാധിക്കുക എന്ന ആശയമാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീന് പ്രബോധനം ചെയ്യുന്ന, നന്മ കൽപ്പിച്ചു കൊടുക്കുന്ന, തിന്മ വിരോധിക്കുന്ന, ഇവരാണ് ഇസ്ലാമിലെ യഥാർത്ഥ ഭക്തന്മാർ. ഇവരാണ് ഇസ്ലാമിലെ യഥാർത്ഥ ദീനിനെ പ്രതിനിധീകരിക്കുന്നവർ. അല്ലാതെ തിന്മയെ പ്രൊമോട്ട് ചെയ്യുന്നവരൊക്കെ ഇതൊക്കെ മതവേഷമണിഞ്ഞ് ജനങ്ങളുടെ മുമ്പിലിരുന്ന് അള്ളാഹു നിശ്ചയിച്ച ലോക നിയമങ്ങളെയും മൂല്യവ്യവസ്ഥകളെയും ആശയാദർശങ്ങൾക്കും മേൽ തിന്മകളും ഹുറാഫാത്തുകളും കൊണ്ട് നിറച്ച്
ഒരു കൗമിനെ വഴി പിഴപ്പിക്കുക എന്നുള്ള ധർമ്മമാണ് യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെ നിർവഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഗ്രത പറഞ്ഞ ഒരു വിഷയമാണ് അൽ ഉലമാ ഷർറുന്നാസി തഹ്ത അദീബി സമ, ഭൗമോപരിതലത്തിലെ ജനങ്ങളിലെ ഏറ്റവും നികൃഷ്ടർ ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാരാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു വീണ്ടും വിചാരത്തിന് വിധേയമാക്കി ഇന്നോ നാളെയോ മരിച്ചാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ താനൊരു പ്രതിയാവാൻ പാടില്ല എന്ന ബോധം ഇത്തരം ആളുകൾക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതല്ലാത്ത പക്ഷം ജനങ്ങളെ വഴികേടിലാക്കിയതിൻ്റെ എല്ലാ ശിക്ഷകളും അനുഭവിക്കേണ്ടി വരും എന്നത് ഖുർആൻ തന്നെ നമുക്ക് മുമ്പിൽ നൽകിയ ഒരു താക്കീതാണ്. അല്ലാഹു അഅലം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് മാതൃകയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു കാണിച്ചു തന്ന കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പോലും പ്രവാചകനെക്കുറിച്ച് പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നാണ്. പ്രവാചകൻ എല്ലാവരും നമുക്കുണ്ട്. അതിനപ്പുറം പ്രവാചകൻ പഠിപ്പിച്ചു തരാത്ത ഒരു കാര്യവും വേറൊരാളും പഠിപ്പിക്കേണ്ടതില്ല. അത്രയും കൃത്യമാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. തെളിമയാർന്ന ഒരു മാർഗ്ഗമാണ് എന്ന് നാം മനസ്സിലാക്കുകയും വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ചര്യയും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അത് പഠിച്ചുകൊണ്ട് പുലർത്തിക്കൊണ്ട് പോയാൽ നമുക്ക് കൃത്യമായി നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കും. വിസ്ഡം പ്രൂഫ് പോയിൻ്റ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡ് അടുത്ത വ്യാഴാഴ്ച നമുക്ക് വീണ്ടും കാണാം. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.